ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ബൺ മസ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബദാം മിൽക്ക് തയ്യാറാക്കണം. അതിന് ഒരു 4-5 ബദാം, അത്രയും തന്നെ കാജു, അത്രയും പിസ്തയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3-4 ഏലക്കയുടെ സീഡ് മാത്രം എടുത്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് ആവശ്യമുള്ളത്. ഒരു 1/2 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനൊരു കുറച്ച് തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു തണുത്ത പാലിലേക്ക് കലക്കി അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷണലാണ്, അതങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബദാം പൗഡറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് എടുക്കണം. പാല് തിളച്ച് കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ച് നമുക്കതൊന്ന് എടുക്കണം. അപ്പോഴാ ഒരു നല്ലൊരു തിക്നെസ് കിട്ടൂ. മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് പഞ്ചസാരയോ കൽക്കണ്ടം പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു 3-4 മിനിറ്റ് നേരം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്കിനി ബട്ടറാണ് ആവശ്യമുള്ളത്. ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു വിസ്കോ ഫോർക്കോ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് മധുരത്തിന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ഒരു നുള്ളി സിനമൺ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു വിസ്ക് അങ്ങാണ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബണ്ണാണ്. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ്. റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ബണ്ണ് എടുത്തിട്ട് അത് രണ്ടായിട്ട് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിന് സെൻറ്ററിൽ നന്നായിട്ട് അങ്ങ് ബട്ടർ പുരട്ടി കൊടുക്കണം. കുറച്ച് കൂടുതൽ ബട്ടർ എടുത്തങ്ങ് പുരട്ടി കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല മധുരമുള്ള ബട്ടർ ആയതുകൊണ്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഈ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കും. ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ ഈ കൂടുതൽ നമുക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ബദാം മിൽക്കൊക്കെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്കും കൂടിയാണ്. അപ്പോൾ നല്ലതാണ്. അല്ലാതെ കൊടുക്കുമ്പോഴൊക്കെ കുടിക്കാൻ മടിയായിരിക്കും. ഇത് ഈ രീതിയിലൊന്ന് കൊടുത്തു നോക്കൂ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഇപ്പോൾ നമുക്ക് എത്ര ബണ്ണാണ് ആവശ്യമുള്ളത് ആ ബണ്ണിലെല്ലാം ഒന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ബട്ടർ എല്ലാ ബണ്ണിലേക്ക് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി അതിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ള ബണ്ണും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ബണ്ണാണ് കിട്ടുന്നതെങ്കിൽ ഈ ബണ്ണ് കൊണ്ടും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇത് റൗണ്ടായിട്ടുള്ള ബണ്ണ് കിട്ടുകയില്ല. അപ്പോൾ ഇതുപോലുള്ള ബണ്ണായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സർവിങ് ഡിഷിലേക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബദാം മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തികച്ച ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബൺ മസ്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കൂ. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പം പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.
അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.